നാളെ എവിടെ പോണ? നിന്റെ അടുത്ത് പറയണ എന്തിനാ? അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാ പോരെ? പോരാ, എന്റെ അടുത്ത് പറയണം. പറയാൻ സൗകര്യമില്ല. എന്താ ഇങ്ങനെ? എവിടെ പോണേ, എങ്ങനെ പോണേ, എപ്പ പോണേ, എപ്പ തിരിച്ചു വരും, ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിലാ ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാ മതി, അത്ര തന്നെ. വാക്കാല പറയണോ അത് എഴുതി തരണോ? ചിലപ്പോ രണ്ടും വേണ്ട വരും. ആണല്ലേ? ആണ്. എന്തോ അല്ല ശരിന്ന് പറഞ്ഞതാ. ഇത് ചേച്ചി എന്റെ അടുത്ത് പറയാതൊന്ന് പോയി നോക്ക്. ഈ വീട്ടിന് പുറത്താണോ എനിക്കൊന്ന് കാണണമല്ലോ. കാണാം. ഓ നമുക്ക് കാണാം. ചേച്ചിയുടെ ഈ അമിത സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് കുഴപ്പമുള്ളത് കാണിച്ചാൽ മതി, ഇവിടെ വേണ്ട. അതെന്ത് വർത്താനോടാ കേശു? என்ன இங்க பிரச்சனை? ഒരു പ്രശ്നമില്ല, കരയാതിരുന്നാ മതി. കേശുവേ, മോന് ഇവിടുന്ന് പുറത്തൊക്കെ പോവല്ലോ, അപ്പൊ ചേച്ചിയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് അങ്ങ് പോയാ മതി. എന്ത് കാര്യത്തിന്? ഞാൻ ആൺകുട്ടിയാണ്, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും. അതുകൊണ്ട് നിനക്ക് തോന്നിയ ദിവസം പോലെ വരെയും പോവുകയും ചെയ്യാമോ? അമ്മായി ചെറുതിലെ ചോദിക്കാനും പറയാനും ആരുമില്ല, ചുമ്മാ ഒന്നും ഇഷ്ടത്തിന് നടന്നു പോലല്ലേ ഇത്. അതുകൊണ്ട് ഈ കാര്യമൊന്നും പറഞ്ഞ അമ്മായിക്ക് മനസ്സിലാവൂല. ആഹാ, എനിക്ക് ഇതിൽ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു കേശു. அவ சொன்னது 100% கரெக்ட். அவ நல்ல பொண்ணு தெரியுமா? നല്ല പൊണ്ണ്, ചീത്ത പൊണ്ണ്, ഇതൊന്നും എനിക്കിപ്പോ ഒരു വിഷയമല്ല, കേട്ടല്ലേ? എനിക്കിപ്പോ ഒരു കാര്യം ഇവിടെ പറയാനുള്ളൂ. അച്ഛ ഇവിടെ ഇല്ല, കുട്ടുമാമൻ ഗൾഫില്, അളിയനും ഗൾഫില്. അതുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള ആൺതരി ഞാൻ മാത്രമാണ്. ഞാൻ പറയണ കാര്യങ്ങൾ കേട്ടങ്ങ് ജീവിച്ചാ മതി. പിന്നെ കേശുവേ എന്തോ മിണ്ടാതിരി, ഇവിടെ കലി വന്നിട്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ കേശോ നടന്ന് വിളിച്ചോണ്ടിരിക്കണ എന്തിന്? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും ഇറങ്ങൂല. ഇല പോലും അനങ്ങൂല. എല്ലാം കൂടെ കൂടുതൽ മുട കാണിച്ചാലേ ഞാൻ അച്ഛനെ വിളിച്ചു പറയും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഇവിടെ നടന്നേക്ക് 1-9 ഞാൻ വിളിച്ചു പറയും. അച്ഛനെ മാത്രമല്ല അമ്മയും വിളിച്ചു പറയും. പിന്നെ നടക്കണ എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ എല്ലാരും പറയും, ഇവിടെ ആൺകോയ്മ പോലെ ആൺകോയ്മ. ഇവിടെ നടക്കണത് പെൺഭരണമാണ്. നാട്ടുകാർ വരെ പറയണ് പെൺഭരണമാണ് വീട്ടിലെന്ന്. പറഞ്ഞുതരാൻ നല്ലൊരു ആളാണ്ടായിട്ട് കൊള്ളാം. ഇനി ഇവിടെ ഇതൊന്നും നടക്കൂല. ഈക്വാലിറ്റി പോലെ ഈക്വാലിറ്റി, പെൺഭരണം എന്നിട്ട് പെൺഭരണം. ഓ ബാസങ്ങളെ, ഇപ്പം നമ്മളെ കണ്ട എല്ലാരും ഒന്ന് വിറയ്ക്കും. പിന്നെ വിറച്ചിക്കാണ്, മൂട്ടടിക്കൂലേ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. പങ്കിള് ഫോൺ പോയി, ഞാൻ കുറച്ച് ദേഷ്യത്തിരിക്കുകയാണ്. എന്താ അടുക്കള എന്തര്? അടുക്കള സംസാരിച്ചോണ്ടിരിക്കുന്നു. അടുക്കളയിൽ എല്ലാരും കൂടെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ നീ എന്തിനാണ് പോയി നിന്നേന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഡേയ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ളതിന് അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കണം. നിന്നെ ഉണ്ടല്ലോ എന്നെ എന്താണോ നിനക്ക്? കൊച്ചിനെ തല്ലിയിട്ടല്ലോ. ആര് തല്ലിയെന്ന്? നിങ്ങൾക്ക് എന്തര്? നിനക്കെന്ത്? നിനക്കെന്താ പ്രശ്നം? പ്രശ്നമല്ലേ? നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ വലിയവർ അവരവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. അത് പോയി കേട്ടോണ്ട് എവിടെയെങ്കിലും ചെന്ന് പറയാനാണ് നിന്റെ പാവമെങ്കിൽ. ചേച്ചി, കൊച്ചവിടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചിങ്ങനെ കേൾക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവൾ അവിടെ പിടിച്ച് നിർത്തുന്നത്? ഓടിക്കണ്ടേ? പഠിക്കേണ്ട പ്രായമുള്ള കൊച്ചല്ലേ ഇത്? ഡേയ്, വളർന്നു പറഞ്ഞൊരു കുട്ടിയാണ് നീ. നിനക്ക് എന്താടാ? വേണ്ടേ വേണ്ടേ ലച്ചു ചേച്ചി വേണ്ടേട്ടോ. അത് ആരുടെ നേരെ കൈ ചൂണ്ടണേ? கேசு, பெரியவாள்கிட்ட கை சூண்டறது தப்பு. എന്താണോ നിനക്ക്? നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്താ? ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റൂ. കൊച്ചേ, ഞാൻ പറഞ്ഞ് നീ ചെറുതാണ്, അത് നിനക്ക് ഓർമ്മ വേണം. ഈ മരവാഴയോട് സംസാരിച്ചോണ്ട് നമ്മളെ സമയം പോകും. നീ വാ, നമുക്ക് പോവാ. അങ്ങോട്ട് പോണം. തോന്നിയെടുത്ത് പോകും. നിനക്കെന്ത്? അങ്ങനെ ഈ വീട്ടിൽ നിന്ന് തോന്നിയിടത്ത് ആർക്കും പോവാൻ പറ്റൂലല്ലോ. കാണണോ? കാണണം. കാണണം കാണണം കാണണം. അമ്മായി, കൊറേ നേരം ഞാൻ സഹിക്കണു. ഞാനും. ഇനി എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പറ്റൂല. ആണ്
പെണ്ണ് പറ വാസ്യങ്ങളെ കേശവനിട്ട് ഞാൻ ലച്ചുവാ വാസ്യങ്ങളുടെ ഒരു പുരുഷൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവന്റെ നിലവിളി കേക്കണോ? അടുത്തത് ഇനി ഭാസ്യങ്ങളുടെ ആയിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് വെച്ചിട്ട് പോ. മതിയായ? സന്തോഷായ? കഴിഞ്ഞ നിന്റെ ആട് പെണ്ണെന്നുള്ള വർത്താനമൊക്കെ? ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.